ഡിങ്ക ഭഗവാനാണ് സത്യം. ഞാൻ വെച്ച് ഒരു ചുടുകൽ എന്തെങ്കിലും ഉണ്ടാക്കിയതെന്നാണ്. തുണി എടുക്കാത്തൊരു സത്യം ഞാൻ പറയാം. ആൾക്കാർ എന്തെങ്കിലും കഴിക്കണം എന്ന് വെച്ചിട്ട് അത് നമുക്ക് ഫുഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ഉദാഹരണമാണ് ഈ വീഡിയോ. ഇത് ഇനി ആഹാരമാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇത് തിന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്തായാലും കുറയും. ആൾക്കാരെ കൂട്ടത്തോടെ ചത്തുപോലും തിന്നു കഴിഞ്ഞാൽ. ഈ സീനൊക്കെ ഏതെങ്കിലും ഹൊറർ സിനിമയുടെ ഭീകര ദൃശ്യങ്ങൾ ഉൾപ്പെടുത്താല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പേടുത്തൂരി ചങ്ങുള്ള രാത്രി മുള്ളാൻ പോലെ വിളിയിറങ്ങാത്ത അവന്റെ ഫോണിലോട്ട് വാട്സാപ്പിൽ എടുത്ത് അയച്ചുവിടും. അവൻ കണ്ട് പേടിക്കട്ടെ. ഇനി മനുഷ്യനെ ചന്ദ്രനോട്ട് അയക്കാനായിട്ട് റോക്കറ്റിന് ആവശ്യമൊന്നുമില്ല. ഈ സാധനം ഒരു ഉരുള ഉരുട്ടിയിട്ട് ആസ്ട്രോട്ടിന്റെ വായ്ക്കകത്തോട്ട് തള്ളി കയറ്റി വെച്ചു കൊടുക്കണം. എന്നിട്ടൊരു കുലുക്കുലുക്കിട്ട് ലോഞ്ചിങ് സ്റ്റേഷൻ നടുക്കൊണ്ട് നിർത്തണം. 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് മൂട്ടിന്ന് ഫ്ലെയിം ത്രോ അടിച്ച് തെറിച്ച് ഇവിടുന്ന് നേരെ പോയി ചന്ദ്രന് വീണോളൂ. ജസ്റ്റ് ഫോർ എ ഹൊറർ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഏതെങ്കിലും ഏരിയ അറിയാതെ ഭൂമി വഴി പാസ് ചെയ്ത് പോയി അവന്മാർ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. സ്പോട്ടിൽ ഏതെങ്കിലും പൊട്ടിത്തെറിച്ച ഉൽക്കകഷ്ണത്തിൽ പോയി തലയടിച്ച് മരിക്കും അവര്. ഇത് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുത്തപ്പോൾ ഉണക്കപ്പാക്കായാണ് ലാസ്റ്റ്. പിന്നെ ഇത് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഓടാൻ ഇറങ്ങാൻ പോകുന്ന ഒരു അത്ലറ്റ് ആണ്. കാലുകൾക്ക് അധികം ശക്തി കൂട്ടുന്നതാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, പേടിക്കണ്ട. ഈ മനുഷ്യജീവി മറ്റേ ജീവികളുടെ മൂക്ക് തിന്ന പാത്രയ്ക്ക്, കണ്ണ് തിന്ന പാത്രയ്ക്ക്, നാക്ക് തിന്ന പാത്രയ്ക്ക്, എന്തിന് വേറെ മൂലം വരെ തിന്നണ പാത്രയ്ക്ക്, എന്നാ ബ്ലഡ് തിന്നണ പാത്രയ്ക്ക് പാക്കറിയാ ലൈഫ് ബോർഡ് പാക്കറ്റ് ഉണ്ടപ്പോഴേ ഞാൻ ഇവരെന്തിന് ലൈഫ് ബോർഡ് സോപ്പ് എടുത്തിട്ട് കഴിവണ. പിന്നെ അല്ലേ മനസ്സിലായി ഇത് ഏതാ ശത്രുവിന്റെ ചോരയാണ്. ആക്ച്വലി ബ്ലഡ് ഏത് കാറ്റഗറി വരും? വെജിന്റെ കാറ്റഗറിയിലോ നോൺ വെജിന്റെ കാറ്റഗറിയിലോ? അപ്പൊ പാൽ ഏത് കാറ്റഗറി വരും? അതായിരിക്കും ഇതിന്റെ. ഇത് കണ്ടിട്ട് തൊട്ടപ്പുറത്ത് പനയോലയില്ലേ കഴുത്തിൽ കയറിട്ട് തൂങ്ങി ആടിക്കൊണ്ടിരുന്ന കല്ലിങ്ങാട്ട് നീലി ചിതറി ഓടി എന്നാണ് ഞാൻ അറിഞ്ഞ. ഷിഫ് പിള്ളേരെ നിർവ്വാണക്കൊരു എതിരാണിത്. തേങ്ങാപ്പാൽ ഒഴിച്ച ചോര പൊരിച്ചത്. ഈ പാചകം ചെയ്യുന്നത് ചേച്ചി അങ്ങ് ദൂരെ ഡ്രാക്കുള പ്രഭുവിന്റെ കൊട്ടാരത്തിലെ പഴയ റിട്ടയർഡ് ഓൾഡ് പാചകക്കാരിയായിരിക്കും. ഇത് കണ്ടത് മുതൽ എനിക്ക് അന്തം വിട്ട ഡൗട്ട്സ്. അവരവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഇറങ്ങി മുങ്ങി തപ്പിട്ട് ഇതൊക്കെ കഴിക്കാമോ, അനുവദനീയമാണോ, ഇത് ഹറാമാണോ ഹലാലാണോ എന്നൊക്കെ ഉള്ളത് അറിയാവുന്ന വിരുദോഷികൾ ഒന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ അറിയിച്ചിറങ്ങി. പിന്നെ ചേച്ചി 1-2 കാര്യങ്ങൾ ഈ വീഡിയോയിൽ മറന്നു പോയിരുന്നു. അത് ഞാൻ വേണമെങ്കിലും ഓർമ്മിപ്പിക്കാൻ. ഏത് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നും, ഏത് ജീവിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇതിന് വേണ്ടതെന്നും, ഏത് ജീവിയുടെ ബ്ലഡ് ആണ് വേണ്ടതെന്നും, ഈവൻ കൊതുവിന്റെ ബ്ലഡ് വരെ എടുക്കാമോ ഒന്നും ചേച്ചി പറഞ്ഞിട്ടില്ല. എന്തായാലും ചേച്ചിക്ക് എന്റെ ചോരയിൽ പൊരിച്ച അഭിവാദ്യങ്ങൾ. നല്ല ഫ്രഷ് മാംഗോ മക്കി ജ്യൂസാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്ന് റിപ്പീറ്റ് അടിച്ച ഒരു ഈച്ച അതിനകത്ത് ഉച്ചയും കുത്തി ഡൈവ് അടിച്ച് ചത്ത നിങ്ങൾക്ക് കാണാൻ പറ്റും. മാംഗോ ജ്യൂസിൽ ഈച്ചനെ ഇടുന്നതുകൊണ്ട് GSTയുടെ കൂടെ അവർ ഈ ഈച്ചയ്ക്ക് കൂടെ ചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ഇന്ത്യ ആണോ എന്ന് ചോദിച്ചത് ഇന്ത്യ അല്ല, ഇത് പാകിസ്ഥാനിലാണ്. ഈ ജ്യൂസ് കുടിക്കാൻ പോകുന്ന ഒരു 30 ഈച്ചനെങ്കിലും തിന്നാന്ന് അമ്മയെ കൊണ്ട് സത്യം ഇട്ടാലേ അവർ ജ്യൂസ് അടിച്ചു തരും. ഇത് ഒരാൾ കുടിക്കുന്ന മാംഗോ ജ്യൂസും കുടിച്ചു കഴിഞ്ഞാൽ മാംഗോ ടു ഗോഡ് ജ്യൂസ് ആണ്. ഈ ജ്യൂസ് 2 ഒരുമിച്ച് വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാലേ വയറ്റിൽ കിടക്കണ ഈച്ച നമ്മളെ കൊണ്ട് പറന്ന് ഏതെങ്കിലും ചാണാക്കുഴിയിൽ എടുത്ത് ചാടും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത് വരാൻ നിൽക്കണ യേശു ക്രിസ്തു പൂഞ്ഞറ്റിലോട്ടും പൊക്കള ഇങ്ങോട്ട് വരൂല പണ്ടറങ്ങാൻ. ഐസ്ക്രീം വെച്ചൊരു അപരാധമാണ് നിങ്ങൾ ഈ കാണാൻ പോണത്. ഗസ്റ്റ് തൊഴിലാളികളുടെ ഗ്ലൂക്കോസും എനർജി ബൂസ്റ്ററുമായിട്ടൊരു സാധനം നിങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലോ. അവരെ വായിക്കാത്ത അവരുടെ ചവച്ച അനുഭൂതി നിർവൃതിയെ കടയുന്ന ഇനി ജോം പാക്ക്. അത് വെച്ചൊരു റോളർ ഐസ്ക്രീം അവർ ഉണ്ടാക്കാതെ എന്ത് ചെയ്യുമെന്ന് പറയണം. ഇനി അവർ ബനാത്ത് കുത്തൻ വെച്ച് മാത്രമേ ഐസ്ക്രീം ഉണ്ടാക്കാൻ ബാക്കിയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഷംപു ആണല്ലോ കൂള് വെക്കണം. അവന്റെ കല്യാണത്തിന് ഈ സാധനം വെളിയിലെ കൗണ്ടർ അടിച്ചിട്ട് ഈ സാധനം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. ചെറുക്കം പോലും അവിടെ കാണില്ല. ചെറുക്ക ഇതിന്റെ ഫ്രണ്ടിൽ കുത്തി ഇരുന്ന് തിന്നിയിരിക്കും. ഇങ്ങനൊരു സാധനം ഉണ്ടാക്കുന്ന ഇറങ്ങിട്ടേ അതുവഴി ഹെലികോപ്റ്ററിലാണ് പറന്നു. അജിത് ദേവൻ അതിൽ നിന്ന് എടുത്ത് ചാടി ഇതിന്റെ ഫ്രണ്ട് വന്ന് ഇത് വാങ്ങിച്ച് തിന്നിട്ട് ഒറ്റ ചാടത്തിന് തിരിച്ച് ഹെലികോപ്റ്റർ കയറി പറന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതിന്റെ ഓരോ ബൈറ്റിലും വ്യത്യസ്ത രൂപത്തിലുള്ള ക്യാൻസർ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടും. നിങ്ങൾ അമേരിക്കൻ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടാണല്ലോ, എന്നാ മനസ്സിലാക്കുക ഇതാണ് ഇന്ത്യൻ ഡ്രൈ ഫ്രൂട്ട്സ്. എനിക്കൊരു സംശയം, ഈ ഐസ്ക്രീം നമുക്ക് ഫുള്ളായിട്ട് തിന്നാൻ പറ്റുമോ, അതാ കുറച്ചു നേരം ചവച്ചേശം വിരൽ V ഷേപ്പിന് ചുണ്ടിൽ ചേർത്ത് വെച്ച് തുപ്പിക്കളണോ? നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, ഫുഡ് സേഫ്റ്റി ആക്ട് അങ്ങനെ എന്തെങ്കിലും ആക്ട് ഉണ്ടാ? ഇല്ലെങ്കിൽ കൊണ്ടുവരണം കേട്ടോ. ഇല്ലെങ്കിൽ ഉമ്മരെ നാളെ സൈനഡ് വെച്ചിട്ട് ബുൾസേ അടിച്ചോളെ മണ്ടറങ്ങാനായിട്ട്. ലോകോസ് എനിക്കറിയാം, ഇനി ആന്റി ക്രിസ്റ്റ് ഇറങ്ങാനും കൂടെ ഉള്ളൂ. സത്യം ഒറ്റനോട്ടത്ത് നോക്കിക്കഴിഞ്ഞാലേ കുടിയൊഴിപ്പിക്കൽ കഴിഞ്ഞിട്ട് ആൾക്കാർ പ്രതിഷേധിച്ചാണ് ലോറിയിൽ മണ്ണും സിമെന്റും ഒക്കെ അടിച്ച് പുതിയ ഫ്ലാറ്റ് വെക്കാനുള്ള പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുള്ളൂ, സ്വാഭാവികം. എന്നാൽ ഇത് അതല്ലെന്ന്. ഇത് കണ്ട മാവ് കുഴക്കാനായിട്ട് സിമെന്റ് മിക്സ് ചെയ്യണ സാധനമേ അവർക്ക് കിട്ടുള്ളൂ. അത് ഇരിക്കുന്ന സ്ഥലം നോക്ക്, ചെളി കുണ്ടിൽ. ശരി, ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അവർ ഈ സിമെന്റ് മിക്സ് ചെയ്യണ മെഷീൻ വെച്ചിട്ട് അവരത് മാവ് മിക്സ് ചെയ്യണം. ഓക്കെ, എന്നാൽ പിന്നെ വൃത്തിയുള്ളൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുക. അവന്മാരെ കയ്യിൽ കുരുവൊന്നും ഇല്ലായിരുന്നല്ല. അന്നദാനം മഹാദാനം എന്നല്ലേ ഇവർ കേട്ടുള്ളൂ. അത് അന്നദാനം മഹാദ്രോഹം എന്നാ. ഇത് തമിഴ്നാട്ടിലാകണ്ടേ കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ആഹാരം കൊടുക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. അന്നദാനം മഹാദാനം എന്ന് പറഞ്ഞിട്ട് വാരി വലിച്ചിട്ട് കൊടുക്കുകയാണ്. അതൊക്കെ അതിന്റെ മോളിൽ കയറി നിന്ന് ചവിട്ടിയിട്ടാണ് ബക്കറ്റോട്ട് എടുത്ത് നമ്മുടെ പെടലേക്ക് ഒരെണ്ണം കൊടുക്കണ്ടേ. ഇത്രയും പേരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോകുന്നു പറയുന്നവരോട് എനിക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മൾ ഇതുപോലെ കാലിൽ ചവിട്ടിയ ഭക്ഷണവും കാലിൽ വീണ ഭക്ഷണവും കൊടുക്കുമോ? ഏറ്റവും വൃത്തിയുള്ള സാധനമല്ലേ കൊടുക്കും. അപ്പൊ മനുഷ്യർ കൊടുത്താൽ എന്താ പ്രശ്നം? ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ആഹാരത്തിന് മര്യാദ കൊടുക്കുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അവന്റെ ലൈഫ് ടൈം വൈറലാക്കണം. ഇത് എന്തോന്ന് ഡ്രൈ കാടിയാ ബക്കറ്റിൽ വെച്ചേക്കണം. ദോ കൊണ്ടുപോകണം വിളമ്പാനായിട്ട്. ഉപ്പ് സത്യത്തിൽ ബാക്കിയൊന്ന് ഉപ്പാടെ മൺമട്ടിക്ക് വെട്ടണം. ഇതെന്തിരി കുജിയലിന്റെ അവലെ കൊണ്ടുപോകണം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. ഇതിൽ ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്. ഇതൊരു പേത്ത മേക്കിംഗ് വീഡിയോ ആണ്. അതായത് കുമ്പളങ്ങയില്ലേ അത് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടാക്കണേ. മിഠായി പോലത്തെ ഒരു സാധനം, പേട പോലത്തെ ഒരു സാധനം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് ആണ്. സൗത്ത് ഇന്ത്യയിൽ അത്ര അധികം കാണാത്തൊരു സാധനമാണ്. എന്നാൽ പോലും സൗത്ത് ഇന്ത്യൻ സൈഡിൽ ബാംഗ്ലൂരിൽ ഈ സാധനം അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ. ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവർ തുണി എഴുതും പാത്രങ്ങളൊക്കെ ഒരേ സ്ഥലത്താണെന്ന് തോന്നുന്നത്. എന്ത് തന്നെയായാലും സഹോദരന്മാർ നല്ല എൻജോയ് ചെയ്താണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. കണ്ടില്ലേ, നല്ല വൃത്തിയൊക്കെ വൃത്തിയുടെ കഴിവുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് വന്നപ്പോഴാണ് ഈ ട്വിസ്റ്റ്. കണ്ട എതിലേ കൂടെയൊക്കെ നടന്നു പോണ റാൻഡം ഡ്യൂഡ് വന്നിട്ട് അതിനകത്ത് മുഖമൊക്കെ കഴുകിയിട്ട് പോകുന്നു. ആ കൈയൊക്കെ നല്ല
നല്ല സാനിറ്റൈസറോട്ട് കഴി വൃത്തിയായിട്ട് ചോറുന്നുണ്ടപ്പോഴാണ് ഇവൻ വന്ന് ഇതിനകത്ത് ഫേസ് കഴി വീത്തിട്ട് പോകണം കണ്ടത്. നല്ലോണം വൃത്തി കൂടിയത് കൊണ്ടായിരിക്കും അതിനകത്ത് തന്നെ മോൻ കഴിട്ട് പോയതല്ലേ. ഡെറ്റോളിന്റെ ഒരു സോപ്പോട് വാങ്ങിച്ച് അതിനകത്ത് എടുത്ത് ചാടി കുളിച്ചിട്ട് ഞാൻ കയറാത്തെന്താണ്. പിന്നെ ഇത്രയ്ക്ക് നാച്ചുറൽ പ്രോസസ്സിലൂടെ കടന്നുപോയ ആ സാധനത്തിന്റെ വെള്ളം എടുത്ത് മുഖത്ത് കഴുകി കഴിഞ്ഞാലേ രാത്രി ഫ്ലൂറസന്റ് മഞ്ഞയിൽ പ്രകാശം അടിച്ച് കണക്ക് മുഖം തിളങ്ങും. പിന്നെ ഈ സാധനം അവരവിടെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ റോഡ് സൈഡിലൊക്കെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി വിൽക്കുമ്പോൾ ഏതെങ്കിലും മണ്ടന്മാരൊക്കെ വന്ന് ഈ സാധനം വാങ്ങിച്ച് തിന്നും. പക്ഷെ അത് അവരുടെ അറിവില്ലായ്മയായിട്ട് കണ്ട് അവരോട് ക്ഷമിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. ഏത് അതെ, ഇതൊരു തമിഴ്നാട് ഹോട്ടലിനകത്ത് ഫുഡ് ഇൻസ്പെക്ടർ ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. ആ ഫ്രീസർ നോക്ക്, എനിക്കൊന്നും മാസം വാടകയ്ക്ക് അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറി ആയിട്ടും ഈ ഫ്രീസർ തന്നെയാണ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. ആ വിചാരി നോക്കണേ, അതിൽ പിടിച്ചിരിക്കുന്ന തുരുമ്പിനെ തുരുമ്പെടുത്ത് പോയി. ഈ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചവർ ഒന്നീ സെപ്റ്റിക് ആയിട്ട് മരിച്ചാണ്, ഇല്ലെങ്കിൽ തുരുമ്പെടുത്ത് മരിച്ചാണ്. ഫുഡ് ഇൻസ്പെക്ടർ കൊള്ളാം കേട്ടോ, അങ്ങനെ നൈസ് ആയിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഇതെന്തൊരു സാമ്പാറിനകത്ത് ന്യൂസ് പേപ്പർ. ആഹാരം കഴിച്ചിട്ട് കസ്റ്റമർക്ക് ചിരി തുടക്കാൻ കൊടുക്കാനായിരിക്കും അല്ലേ. വൃത്തിയില്ലാത്ത ഫുഡ് കൊടുക്കുന്നവർക്ക് ഗരുഡ പുരാണത്തിൽ ശിക്ഷ കുംഭി പാകം. അവിടെ കിടന്ന് പറക്കണ ഈച്ചയെ നോക്കുക. അനാഥരായ ഈച്ചകൾക്ക് സ്വന്തം കിച്ചണിൽ അഭയം കൊടുത്ത മുതലാളിയാണ് എന്റെ ഹീറോ. ഇത് പഴയ വീഡിയോ ഒന്നും അല്ല, വളരെ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ വീഡിയോ ആണ്. പിന്നെ തമിഴ്നാടാണെന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലല്ലേ, കേരളത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അറിയൂടെ ആയിരിക്കും പല കിച്ചന്റെ അവസ്ഥയും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇവിടെ ഇതിപ്പോ വന്ന് വീട്ടിൽ നല്ലാതെ പുറത്തുനിന്ന് ഒറ്റ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥ ആയാലും പുറത്തൊക്കെ നിൽക്കണമാർ പട്ടിണി കിടന്ന് ചാവും. എന്തായാലും നമുക്ക് ഹോട്ടൽ ഫുഡ് പാടെ അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റൂല. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ഹോട്ടൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന കേസ് ഇമ്പോസിബിൾ ആണ്. ആ മൊലാലിക്ക് കുറച്ച് ഭക്ഷണം എടുത്താൽ ഫുഡ് ഇൻസ്പെക്ടർ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. മൊലാലി അതിൽ വിജൃംഭിച്ച് നോക്കിയിട്ടേ മറ്റേ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് ഞാനാ പോടാ എന്റെ കോഴിപ്പരമ്പര ദൈവങ്ങളെ, വളർന്നു വരുന്ന പിടക്കോഴികളിൽ നീ എന്നെ രക്ഷിക്കണമേ. ഹൈ, ഒരു അൽഫാമഞ്ചലിയും ഒരു മൃത്യുഞ്ജയ ഷോർമയും കൂടെ കാച്ചുക. കൊച്ചിനെന്തിനറിയാം, ദീപം കണ്ടാൽ തൊഴണമെന്നല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു മത ഷോ ആണെന്ന് സർക്കസ് ഷോ ആണെന്ന് എനിക്ക് അറിയില്ല. അവിടേക്ക് കൂടിയിരിക്കുന്നവർക്ക് നല്ല ചിക്കൻ കരിഞ്ഞതിന്റെ മണം കിട്ടും ഒരിക്കലും ഇവന്റെ കാലത്തിൽ കയറുമ്പോൾ. അയാളുടെ നാട്ടിൽ ദൈവം അങ്ങനെ ആയിരിക്കും പറഞ്ഞത്, പക്ഷെ നമ്മുടെ നാട്ടിൽ ദൈവം പറഞ്ഞ കിടന്നത് ഇങ്ങനെയാണ്. സെയിം സാധനമാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇത് മറ്റേ കനൽക്കാവടിയാണ്, പക്ഷേ ഇത് ഇദ്ദേഹത്തിന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എവിടെയൊക്കെ പൊള്ളിയാന്തോ പാവം. എന്ത് വിശ്വാസമാണെങ്കിൽ ശരീരം കണ്ടുള്ള പരിപാടിയും നല്ലതല്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇത് മറ്റേ മക്ക പള്ളിക്കകത്ത് കല്ലെറിയുന്ന ഒരു ചടങ്ങുണ്ട്, അതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇദ്ദേഹത്തിന് എന്തോ പേഴ്സണൽ ഇഷ്യൂ ചെറുത്താനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കല്ലെറിട്ടൊന്നും മതിയാവുന്നില്ല. തോക്ക് വെച്ച് വെടിയൊക്കെ വെക്കുന്നു, അത് AK-47 വെച്ച് മിഷീൻ ഗൺ വെച്ച് വെടി വെക്കുന്നു. നോക്ക് കണ്ട എന്താ. പിന്നെ ഇതൊരു ആഫ്രിക്കൻ രാജ്യമാണ്. ആ പാസ്റ്റർ ആഹാരം കഴിച്ചിട്ട് അങ്ങനെ വിരൽ ഉറിഞ്ചാൻ വേണ്ടി അവിടെ വെച്ച് കൊടുക്കണം. എച്ചിലേ അനുഗ്രഹം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉറിഞ്ചു വേണം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, വാട്ട്സ് ദ പോയിന്റ് ഓഫ് ബീയിങ് ഫ്രീ വെൻ യുവർ ബ്രെയിൻ ഈസ് ഇൻ ചെയിൻസ് ബ്രോ. അപ്പൊ ഇത് ഒരു സൗത്ത് ഇന്ത്യൻ വീഡിയോ, ഇത് നോർത്ത് ഇന്ത്യൻ വീഡിയോ അല്ല. ഇത് ബാംഗ്ലൂരിൽ നടക്കുന്ന കാഴ്ചകൾ. ഇത് റോസ്റ്റിംഗ് വീഡിയോ അല്ല, ഇതൊരു ലൈവ് റിയാലിറ്റി വീഡിയോ ആണ്. നമ്മുടെ ഇവിടെ വാഴയ്ക്കൊപ്പം ബെജി പൊറോട്ട ഒക്കെ അടിക്കണ ഇങ്ങനെയല്ലേ. പിന്നെ ഇതിനെന്ത് കുഴപ്പമല്ലേ, കബാബൊക്കെ കൈകൊണ്ട് പിതുക്കി വെച്ചിട്ടുണ്ടാക്കണം. അത് കഴിക്കണവരെ വേണമെങ്കിൽ കഴിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിച്ച് ചത്തവന്മാരെ ലിസ്റ്റ് പറഞ്ഞാണ്. ആർക്കെങ്കിലും ഉണ്ടാവും, ഉണ്ടെങ്കിൽ ഇതൊക്കെ മോശമാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇതൊന്നും ഒരു മോശമല്ല. ആ പരിസരം വൃത്തിയാണെന്നില്ല, അവർ ഉണ്ടാക്കുന്ന വൃത്തിയാണെന്നില്ല, അവർ ഇരിക്കുന്ന രീതി വൃത്തിയാണെന്നില്ല, അവരെ വേഷം വൃത്തിയാണെന്നില്ല, അവർ ചെയ്യുന്ന പ്രവൃത്തിയും വൃത്തിയാണെന്നില്ല. പക്ഷേ ഇതൊന്നും ഒരു പ്രശ്നവും ഇല്ലടേ. ഇത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അകത്തോട്ടുള്ള കുറച്ച് ഏരിയകളാണ് കേട്ടോ. ഇവിടുത്തെ ഹൈജീന്റെ പ്രശ്നം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കഴിക്കാം, നല്ല ടേസ്റ്റ് ആണ്. ഇതുണ്ട് കോഴിയുടെ കാലി പൊരിച്ചടിച്ച് വെച്ചേക്കണം. എണ്ണയുടെ കളർ നോക്കണ്ട, പിന്നെ അണ്ണന്റെ വേഷവും നോക്കണ്ട. ഇതൊക്കെ ഇവിടെ കോമൺ ആണ്. ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡാണ്. ഇന്ത്യൻ ബാംഗ്ലൂരിലെ സ്ട്രീറ്റ് ഫുഡിന്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. കുറെ നേരമായിട്ട് വായിട്ടാലേക്കല്ലേ ഇത്തിരി ജ്യൂസ് കുടിച്ചാൽ ആ മാംഗോ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചത് എന്റെ അണ്ണനാളത്തിലോട്ട് ഇറക്കിപ്പോഴാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായത്, അവിടെ കബാബ് അടിച്ചപ്പോൾ അതിനകത്ത് കുറെ എണ്ണ കിടന്നില്ല, ഇതേ കളറല്ല. ആ എണ്ണ കലക്കി മിക്സ് ചെയ്ത് അങ്ങനെ എനിക്ക് ജ്യൂസ് അടിച്ച് എന്തെങ്കിലും തോന്നുന്നു, പറ്റിച്ചെന്നെ.